വലിച്ചു താഴ്ത്തി ചെങ്കോട്ടയിൽ ഇന്നത്തെ പരേഡിനെ നയിക്കുന്നത് പരേഡ് കമാൻഡർ ശ്രീ രാജേഷ് കെ, അസിസ്റ്റന്റ് കമാൻഡന്റ് MSP. പരേതനായ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ K. വേലായുധൻ തങ്കമണി ദമ്പതികളുടെ മകനായി കോഴിക്കോട് ബേപ്പൂരിൽ ജനിച്ച ശ്രീ രാജേഷ് കെ 1990 മെയ് 25-ന് സ്പോർട്സ് ക്വാട്ടയിലൂടെ ഹവിൽദാറായി കേരള പോലീസ് ഫുട്ബോൾ ടീമിന്റെ ഭാഗമായി 1995-ൽ സിക്കിമിൽ വെച്ച് നടന്ന ഓൾ ഇന്ത്യ പോലീസ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ ടീമിലെ അംഗമായിരുന്നു. അണ്ടർ കമാൻഡറായും പരേഡുകളുടെ ഭാഗമായി പ്രവൃത്തിയെടുത്തു വരുന്ന MSPയിൽ പ്രവൃത്തിയെടുത്തു വരുന്ന ശ്രീ രാജേഷ് കെ ഇന്നത്തെ സ്വാതന്ത്ര്യദിന പരേഡിനെ നയിക്കുന്നു. ഈ സമയം ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശ്രീ ശശിധരൻ IPS അവർകൾ ഡയസിൽ എത്തിച്ചേർന്ന് പരേഡിൽ നിന്ന് അഭിവാദ്യം സ്വീകരിക്കുന്നു. കച്ചവടത്തിന് വന്നവർ രാജ്യത്തിന്റെ സമ്പത്തും അധികാരവും കവർന്നെടുത്ത് രാജ്യത്തിലെ പൗരന്മാരെ അടിമകളെ പോലെ മാത്രം പരിഗണിച്ച് നികുതി ഭാരവും നിരന്തര ചൂഷണവും അടിച്ചേൽപ്പിച്ച കാലത്ത് പ്രതിഷേധത്തിന്റെ ഒറ്റയൊറ്റയായ തീപ്പൊരികൾ നാം എടുക്കുകയും അടിച്ചമർത്തപ്പെട്ട ജനതയുടെ ആത്മരോഷം അണപൊട്ടി ഒഴുകാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ തുടക്കമായി മാറി. പ്രാദേശികമായ ചെറുത്തുനിൽപ്പുകളും കലാപങ്ങളും വിപ്ലവങ്ങളും അടിച്ചമർത്താൻ വന്ന ബ്രിട്ടീഷ് പട്ടാളത്തിന് മുന്നിൽ ഒരു രാജ്യം ആകെ സമരമായി മാറി. സമരമുഖങ്ങളിൽ നിന്നും നേതൃത്വങ്ങൾ ഉയർന്നു വന്നു. ഒടുവിൽ തുടർച്ചയായ സമരങ്ങളുടെ വിജയമായി സ്വാതന്ത്ര്യത്തിന്റെ മധുരം ഇന്ത്യ നുണഞ്ഞു. ജീവനും ജീവിതവും ഹോമിച്ച് സ്വാതന്ത്ര്യത്തിനായി പോരാടിയ പൂർവികരുടെ സ്മരണകൾ നമുക്ക് നെഞ്ചേറ്റാം. അടുത്തതായി ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലാ കളക്ടർ ശ്രീ VR വിനോദ് IAS അവർകൾ ഡയസിൽ എത്തിച്ചേരുകയും പരേഡ് അദ്ദേഹത്തിന് ഉപചാരം അർപ്പിക്കുകയും ചെയ്യുന്നു. നമുക്ക് സമ്മാനിക്കുവാനായി പോരാടുകയും ജീവൻ ബലി നൽകുകയും ചെയ്ത പോരാളികളെ സ്മരിച്ചുകൊണ്ട് ഈ സ്വാതന്ത്ര്യ ദിനത്തെ വരവേൽക്കാം. ഏവർക്കും 78ാമത് സ്വാതന്ത്ര്യ ദിനാശംസകൾ. സഹന സമര സമയമായി കരളുറച്ച് കൈകൾ കോർത്ത് കാൽനടക്കി പോകുന്ന അംശി നാരായണപിള്ള രചിച്ച ഈ സമരഗീതം കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സിരകളിൽ ആവേശത്തിന്റെ തീ പടർത്തിയ വിയർപ്പിന്റെയും ചോരയുടെയും കണ്ണുനീരിന്റെയും വിലയാണ്. യൂണിയൻ ജാക്ക് പതാക വലിച്ചു താഴ്ത്തി ചെങ്കോട്ടയിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയ നിമിഷത്തിൽ നിന്നും ഇന്ന് ഈ 2024 എത്തി നിൽക്കുമ്പോൾ ഇന്ത്യ എന്ന രാജ്യം ലോകരാജ്യങ്ങളുടെ മുൻനിരയിൽ ലോകത്തിന് വെളിച്ചമായി നിലകൊള്ളുകയാണ്.
ഇപ്പോൾ തുടർന്ന് വിശിഷ്ടാതിഥി ദേശീയ പതാക ഉയർത്തുന്നു. ദേശീയ ഗാനത്തിന്റെ അകമ്പടിയോടുകൂടി ദേശീയ പതാകയ്ക്ക് പരേഡ് ഉപചാരം അർപ്പിക്കുമ്പോൾ യൂണിഫോം ധരിച്ച ഉദ്യോഗസ്ഥർ സല്യൂട്ട് ചെയ്യേണ്ടതും മറ്റുള്ളവർ ആദരസൂചകമായി എഴുന്നേറ്റ് നിൽക്കേണ്ടതുമാണ്. തുടർന്ന് പരേഡ് കമാൻഡർ വിശിഷ്ടാതിഥിക്ക് മുമ്പിൽ റിപ്പോർട്ട് ചെയ്യുന്നു. തുടർന്ന് വിശിഷ്ടാതിഥി പരേഡ് കമാൻഡറുടെ അകമ്പടിയിൽ തുറന്ന വാഹനത്തിൽ പരേഡ് പരിശോധിക്കുവാനായി പുറപ്പെടുന്നു. സീനിയർ NCC ബോയ്സിൽ MSc ഹയർ സെക്കൻഡറി നയിക്കുന്നു ആൻജൽ നോബൽ. MSc ഹയർ സെക്കൻഡറി സ്കൂളിൽ നയിക്കുന്നു മുഹമ്മദ് ഇൻഷാ TP. ജൂനിയർ NCC ബോയ്സിൽ ബോയ്സ് സ്കൂൾ നയിക്കുന്നു മുഹമ്മദ് നൗഷീദ് സി. ഇപ്പോൾ ജൂനിയർ NCC ഗേൾസിന്റെ ഷേർമാൻ നിസാർ നയിക്കുന്ന MSc മലപ്പുറത്തിന്റെ പെട്രോൾ വിശിഷ്ടാതിഥിക്ക് ഉപചാരം അർപ്പിച്ചുകൊണ്ട് ടാക്സിന് മുന്നിലൂടെ കടന്നു പോകുന്നു. തൊട്ടുപുറകിലായി സീനിയർ NCC ബോയ്സ് MSc മലപ്പുറം നയിക്കുന്നത് മുഹമ്മദ് നിഹാൽ മജീദ്. പതിനഞ്ചാമതായി MSc പതിനേഴാമതായി MSc മലപ്പുറത്തിന്റെ SPC ഗേൾസ് പെട്രോൾ വിശിഷ്ടാതിഥി ഉപചാരം അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നു. ദേവപുര നയിക്കുന്നു. SPC ഗേൾസിൽ 18ാമത് പ്ലറ്റൂൺ MSc ഹയർ സെക്കൻഡറി സ്കൂളിൽ നയിക്കുന്നു മോളി. SPC ഗേൾസിൽ 19ാമത് പ്ലറ്റൂൺ നയിക്കുന്നു അൽനാഫി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മാങ്ങട. മുഹമ്മദ് നാജിദ് നയിക്കുന്ന 20ാമത് പെട്രോൾ സീനിയർ സ്കൗട്ട് ബോയ്സ് വിശിഷ്ടാതിഥി ഉപചാരം അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നു.
പരേഡ് കമാൻഡർ MSP അസിസ്റ്റന്റ് കമാൻഡന്റ് ശ്രീ രാജേഷ് കെ അവരുടെയും പരേഡ് സെക്കൻഡ് ഇൻ കമാൻഡ് MSP ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ശ്രീ ബാബു പി അവരുടെയും നേതൃത്വത്തിൽ 37 പ്ലട്ടൂണുകൾ വിശിഷ്ടാതിഥിക്ക്